വീട്ടിൽ വെച്ച് കുടഞ്ഞു വീണെന്ന് പറഞ്ഞാണ് പാലക്കാട് ആലത്തൂരിലെ നേഘയെ ഭർത്താവ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ കഴുത്തിൽ കയർ മുറുക്കിയതിന് സമാനമായ പാട് കണ്ടതോടെ ആശുപത്രി അധികൃതർക്ക് സംശയം. പിന്നാലെ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മരണത്തിൽ സംശയമുയർന്നത്. അമ്മയുടെ മരണം മുന്നിൽ കണ്ട 2.5 വയസ്സുകാരിയായ മകൾ ഇപ്പോഴും ആ നടുക്കത്തിലാണ്. സംഭവത്തിൽ ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. യുവതിയെ ഭർത്താവ് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. നേഘ ആത്മഹത്യ ചെയ്യില്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് മാതാപിതാക്കളുടെ ആവശ്യം. ആലത്തൂർ തോണിപ്പാടം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഘയെ ബുധനാഴ്ച രാത്രിയിലാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചെങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് പ്രദീപിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ ഭർത്താവിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും രംഗത്തെത്തി. നേഘയെ മുൻപും ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. പ്രദീപിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മകളെ കൊന്നതാണെന്നും നേഘയുടെ അമ്മ ജയന്തി പറഞ്ഞു. മകളുടെ കഴുത്തിൽ പാടുകളുണ്ട്. കഴിഞ്ഞ രാത്രി ഫോണിൽ സംസാരിച്ചിരുന്നു. നാളെ വിളിക്കാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. പിന്നീട് രാത്രി 12 മണിക്ക് ഭർത്താവ് വിളിച്ച് നേഘ മരിച്ചെന്ന് പറയുകയായിരുന്നു. ആലത്തൂരിലെ ആശുപത്രിയിലെത്തുമ്പോൾ സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. ഭർത്താവ് പ്രദീപ് ഉപദ്രവിക്കാറുണ്ടെന്ന് നേഘ പറഞ്ഞിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. കണ്ണമ്പ്ര കാരപ്പറ്റ സ്വദേശിയായ മുൻ സൈനികൻ സുബ്രഹ്മണ്യന്റെ മകൾ നേഘയും പ്രദീപും 5 വർഷം മുൻപാണ് വിവാഹിതരായത്. 2 വർഷത്തോളം മക്കളുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രദീപ് മർദ്ദിച്ചിരുന്നെന്ന് പരാതിയുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂവെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല. എന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുഞ്ഞിനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ്. കണ്ണൂർ പഴയങ്ങാടിയിൽ കുഞ്ഞിനെയും കുട്ടി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യമാണിത്. PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ്. ഭർത്താവുമായി അകന്ന് സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന റീമ കഴിഞ്ഞ ദിവസമാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റീമ ഭർത്തൃവീട്ടിൽ അനുഭവിച്ചത് കൊടിയ മാനസിക പീഡനമെന്ന് തെളിയിക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ. ഭർത്തൃമാതാവിൻ്റെയും ഭർത്താവിൻ്റെയും മാനസിക പീഡനം താങ്ങാൻ കഴിയുന്നില്ലെന്നും പിഞ്ചുമകൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ലെന്നും റീമ കുറിപ്പിൽ പറയുന്നു. എൻ്റെയും മോൻ്റെയും മരണത്തിന് ഉത്തരവാദി എൻ്റെ ഭർത്താവ് കമൽരാജും അയാളുടെ അമ്മ പ്രേമയുമാണ്. അമ്മയുടെ വാക്കുകേട്ട് എന്നെ കുറ്റപ്പെടുത്തി. സ്വന്തം ഭാര്യയെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഇറക്കിവിട്ടിട്ട് ആ കുഞ്ഞിനെ അന്വേഷിക്കാത്ത മനുഷ്യൻ ഇപ്പോൾ കുട്ടിയെ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല. എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ്. സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. അവർ എന്നോട് പോയി ചാകാൻ പറഞ്ഞു. ഭർത്തൃമാതാവ് എപ്പോഴും വഴക്ക് പറയും. എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കുമെന്നും കുറിപ്പിലുണ്ട്. കൊന്നാലും ചത്താലും കുറ്റം ചുമത്തിയവരൊക്കെ പുറത്ത് സുഖജീവിതം നയിക്കും. കുറ്റബോധം പോലുമില്ല. നിയമങ്ങൾ അവർക്ക് സപ്പോർട്ടാണ്. അയാൾക്ക് അമ്മയാണ് എല്ലാമെങ്കിൽ എന്തിന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുന്നു? ഞങ്ങളെ എവിടെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചുകൂടെ? എനിക്ക് മോൻ്റെ കൂടെ ജീവിച്ച് മതിയായില്ല. ഇനി ഒന്നിനുമില്ല.
ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഒരു പെണ്ണിനും നീതി കിട്ടില്ല. ഞങ്ങളെപ്പോലെയുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുന്ന നിയമമാണ് ഈ നാട്ടിലുള്ളതെന്നും PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ റിമ പറയുന്നു. എപ്പോഴും ഭർത്തൃമാതാവ് തന്നെ വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഭർത്താവുമായി തമ്മിൽ തല്ലിക്കുകയായിരുന്നുവെന്നും കുറിപ്പിലുണ്ട്. 2015 കമൽരാജിനെ റീമ വിവാഹം ചെയ്തത്. ഉപദ്രവം കലശലായതോടെ കഴിഞ്ഞ മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതി നൽകി. പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന റീമ 3 വയസ്സുകാരൻ മകൻ കൃഷിവുമായാണ് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് ചാടിയത്. സംഭവത്തിന് 2 ദിവസം മുൻപ് റീമയെ ഭർത്താവ് കമൽരാജ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മകനെ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ.